വിശദമായ വാർത്തകളിലേക്ക്. വയനാട് മാനന്തവാടിയിലെ തണ്ണിക്കൊമ്പൻ ദൗത്യം തുടരുകയാണ്. ഒറ്റയാനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമം തുടരുന്നു. ആനയുടെ കാലിൽ വടം കെട്ടി. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും CV ഷിബു ചേരുന്നു. ഷിബു, മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പനെ ദൗത്യം തുടരുകയാണ്. ഒറ്റയാനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിൽ ഇപ്പോൾ വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യ ദൗത്യം വളരെ വിജയകരമായിരുന്നു. അതായത് ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെക്കാൻ സാധിച്ചു. പിന്നീട് മയങ്ങാൻ കുറച്ച് സമയമെടുത്തു. ഈ സമയത്തിനുള്ളിൽ തന്നെ 2-3 കുങ്കിയാനകളെ മുത്തങ്ങയിൽ നിന്ന് എത്തിച്ച 3 കുങ്കിയാനകളെയും ഗ്രൗണ്ടിൽ എത്തിച്ചു. ഗ്രൗണ്ടും അതായത് ഈ ആന മയക്കുവെടി ഏറ്റ് മയങ്ങിയ സ്ഥലവും തമ്മിൽ ഒരു 150-200 മീറ്ററിന് അടുത്ത് ദൂരമുണ്ട്. ഈ 200 മീറ്ററിന് ഇടയിൽ തന്നെ മണ്ണിട്ട് നികത്തിയ ഈ സ്ഥലത്ത് ഒരു കിടങ്ങുണ്ടായിരുന്നു. ഈ കിടങ്ങ് 2 JCB കൊണ്ടുവന്ന് മണ്ണ് മാറ്റി ഈ കിടങ്ങ് നിരപ്പാക്കുകയും അതിലൂടെ ആനയെ കൊണ്ടുവരാനുള്ള ഒരു ദൗത്യമാണ് ആരംഭിക്കുകയും ചെയ്തത്. അതിനുശേഷം ആനയെ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ വെടിയേറ്റ ആനയെ തണ്ണീർക്കൊമ്പനെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമകരമായ ഒരു ജോലി ആരംഭിച്ചു. പക്ഷേ ഇതേ സമയം തന്നെ വെളിച്ചക്കുറവ് വലിയൊരു പ്രശ്നമായി. ഫയർഫോഴ്സിന്റെ വലിയ വെളിച്ച സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ലൈറ്റ് ഓൺ ചെയ്ത ഉടൻ തന്നെ കുങ്കിയാനകളിൽ ഒന്നായ കോന്നി സുരേന്ദ്രൻ പ്രകോപിതനാവുകയും ഈ വെടിയേറ്റ തണ്ണീർക്കൊമ്പനും പ്രകോപിതനാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിനാൽ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് വെളിച്ചമില്ലാത്തത് ദൗത്യത്തെ വലിയ തോതിൽ പ്രയാസകരമായി ബാധിച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തണ്ണീർക്കൊമ്പന്റെ കാലിൽ വടം കെട്ടിയിട്ടുള്ളത്. ഇനി 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇടതും വലതുമായി 2 കുങ്കിയാനകളിൽ നിന്ന് ഇവയെ ഈ കിടങ്ങ് കടത്തി ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന എലഫന്റ് ആംബുലൻസിൽ, അതായത് മുത്തങ്ങയിൽ നിന്ന് കൊണ്ടുവന്ന വലിയൊരു ലോറിയാണിത്. ഈ ലോറിയിൽ എലഫന്റ് ആംബുലൻസ് എന്നാണ് പറയുക എങ്കിലും അതിന് വലിയ തോതിൽ നിർമ്മാണങ്ങളൊക്കെ നടത്തി വലിയ ഒരു സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ വാഹനത്തിലേക്ക് ആനയെ കയറ്റും. പിന്നീട് ആനയെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കർണാടകയിൽ നിന്നുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാനന്തവാടിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കേരള വനം വകുപ്പിന്റെ ഉത്തരമേഖല CCF KS ദീപയുടെ നേതൃത്വത്തിൽ വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെയും സൗത്ത് വയനാട് DFO ഷജിന കരീമിന്റെയും നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിന്റെയും നേതൃത്വത്തിലുള്ള 200 അംഗ RRT സംഘമാണ് ഇപ്പോൾ ഈ ദൗത്യത്തിലൊക്കെ പങ്കാളികളായി കൊണ്ടുള്ളത്. പോലീസും വലിയ തോതിൽ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ദൗത്യം കാണാനായി, വീക്ഷിക്കാനായി മയക്കുവെടി ഏറ്റത് മുതൽ ഇവിടെ ഉള്ളത്. ഇപ്പോഴും ഈ ഇരുട്ടിനെയും ഒന്നും വകവെക്കാതെ തന്നെ ആളുകളെല്ലാം നിരോധനാജ്ഞ ലംഘിച്ചും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. വ്യക്തമാണ്. വയനാട് മാനന്തവാടിയിലെ തണ്ണീർക്കൊമ്പൻ ദൗത്യം തുടരുകയാണ്. ഒറ്റയാനെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ആനയുടെ കാലിൽ വടം കെട്ടി വിശദാംശങ്ങളെല്ലാം നൽകുകയായിരുന്നു CV ഷിബു.